ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തോന്നിയ മാതിരി ഓരോരുവരും നാക്കുപിഴ വരുത്തി. കമ്മീഷൻ കണ്ട ഭാവം നടിച്ചില്ല, കേട്ട ഭാവം നടിച്ചില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാഷ്ട്രീയ പക്ഷപാതിത്വവും മെന്ററും ആരാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് ചിന്ന ചിന്ന പണികൾ കാട്ടി രംഗം വീടാനാണ് അവർ തീരുമാനിച്ചത് എങ്കിൽ ഇവിടെയും സുപ്രീം കോടതി രംഗത്ത് വന്നു. എന്താണ് ഈ കമ്മീഷൻ ചെയ്യുന്നത് എന്ന നിലയ്ക്ക് സുപ്രീം കോടതി ഇടപെടുകയും ആ ഇടപെടലിന്റെ ഭാഗമായി ചില നടപടികൾ വരികയും ചെയ്തു. വെറുതെ ഉറക്കം തൂങ്ങിയിരിക്കാം എന്നാണ് കമ്മീഷൻ വിചാരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനന്തമായ അധികാരങ്ങളുണ്ട് എന്നാദ്യമായി ഇന്ത്യക്കാരെ കാണിച്ചു കൊടുത്തത് ശേഷൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. അതിനുശേഷമാണ് ഇത്ര വ്യാപകമായ അധികാരങ്ങളുള്ള ഒരു സ്ഥാനവും പദവിയുമാണ് അത് എന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായത്. പിന്നെ തുടർന്ന് വന്നവർ അതൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. ഗഡ്സ് ഉള്ളവർ വളരെ കുറവാണല്ലോ. ഇത്തവണയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പോയേനെ കാര്യങ്ങൾ. പക്ഷേ സുപ്രീം കോടതി ഇടപെടുകയും ഇതിനൊന്നും വിലക്കിടാൻ നിങ്ങൾ മെനക്കെടാൻ പോകുന്നില്ലേ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല എന്ന് പട്ടാങ്കം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അധികാരം പ്രയോഗിക്കാൻ നിർബന്ധിതമായി. കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കൃത്യമായും ഇരുന്ന് ഉറക്കം തൂങ്ങിയേനെ. ഈ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നല്ല, ഉറക്കം തൂങ്ങി കമ്മീഷൻ എന്നാണ് വിളിക്കേണ്ടത്. അതിരുവിട്ട നാവിന് വിലക്ക്. ആ വാർത്ത സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളുടെ വാർത്ത മലയാള മനോരമ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. യോഗി ആദിത്യനാഥ്, മനേകാ ഗാന്ധി, മായാവതി, അസം ഖാൻ എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചാരണ വിലക്ക്. ജോമി തോമസ് ദില്ലിയിൽ നിന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയവും പ്രകോപനപരവുമായ പരാമർശങ്ങൾ നടത്തിയ 4 നേതാക്കൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ 72 മണിക്കൂറും കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധിയും BSP അധ്യക്ഷ മായാവതിയും 48 മണിക്കൂറും എല്ലാ പ്രചാരണ പരിപാടികളിലും നിന്ന് വിട്ടുനിൽക്കണമെന്ന് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. രാഷ്ട്രീയ പാർട്ടി വക്താക്കൾ മതവും ജാതിയും പറഞ്ഞ് പ്രചാരണം നടത്തുന്നത് തടയണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ തങ്ങൾക്ക് മതിയായ അധികാരമില്ലെന്നാണ് കമ്മീഷൻ അന്ന് പറഞ്ഞത്. അതിനെ കോടതി വിശദമായി വിമർശിച്ചതിന് പിന്നാലെയാണ് 4 പേർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇത് കമ്മീഷൻ ഇന്നലെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. കോടതി അതിനോട് പ്രതികരിച്ചത് ഇതാ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചു തുടങ്ങി എന്നാണ്. വലിയ വലിയ മീനുകൾ വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന പൊന്മാനെ മാതിരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താരതമ്യേന ചോട്ട മീനുകളെയാണ് പിടിച്ചത്. വൻ സ്രാവുകൾ ഇളകി പുളച്ചാർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് 2 പേർ, ആ 2 പേരെ ഗുജറാത്തിൽ നിന്നുള്ള കൊള്ളക്കാരായ 2 പേരാണ് ഇന്ത്യയെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് മുൻ BJP നേതാവും ഉത്തർപ്രദേശിലെ നേതാവായ RI സിംഗ് പറഞ്ഞ 2 പേർ, നരേന്ദ്രമോദിയും അമിത്ഷായും. വിചിത്രരായ 2 ആളുകളാണ്. അവർ പറഞ്ഞതിനൊന്നും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവി കൊടുത്തിട്ടേയില്ല. ഏതായാലും ഈ ബിരുദന്മാർ 4 പേരുകൾ പറഞ്ഞല്ലോ. അവർ പറഞ്ഞതെന്ത്, അവർക്ക് ലഭിച്ച ശിക്ഷ എന്ത്? 72 മണിക്കൂർ വിലക്ക് കിട്ടിയ 2 ആളുകളാണ്. കാണുക, വിവാദ പരാമർശങ്ങൾ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും BSPക്കും അലിയാണ് വിശ്വാസമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് ബജ്രംഗ് ദംഗ് ബലിയാണ്. അലിയും ബലിയും തമ്മിൽ ബന്ധപ്പെടുത്തി അവിടെ മതത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു. നിങ്ങൾ കേരളത്തിലെ ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ റാലി കണ്ടിട്ടുണ്ടാവും. എവിടെയും പച്ച മാത്രം. കോൺഗ്രസിനെ ഇപ്പോൾ പച്ച വൈറസ് ബാധിച്ചിരിക്കുകയാണ്. 2ഉം പറഞ്ഞത് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. പിന്നെ 72 മണിക്കൂർ വിലക്ക് കിട്ടിയ മറ്റൊരാൾ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനാണ്. ഞാനാണ് അവരെ ജയപ്രദയെ റാംപൂരിൽ കൊണ്ടുവന്നത്.
അവരുടെ ശരീരത്തെ സ്പർശിക്കാൻ ഞാൻ ആരെയും അനുവദിച്ചില്ല എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നിങ്ങൾക്ക് 17 വർഷം വേണ്ടി വന്നു. എന്നാൽ 17 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി അവർ കാക്കി അണ്ടർവയറാണ് ധരിച്ചിരിക്കുന്നത് എന്ന്. അവരുടെ അടിവസ്ത്രത്തെക്കുറിച്ചുള്ള പരാമർശം 72 മണിക്കൂർ നാവ് നിശ്ചലമാക്കി വയ്ക്കാൻ നിർബന്ധിതമാക്കി അസം ഖാനെ. ഇനി 48 മണിക്കൂർ ലഭിച്ചത് കേന്ദ്രമന്ത്രി BJP സ്ഥാനാർത്ഥി മനേകാ ഗാന്ധിക്കാണ്. വിവാദ പരാമർശം ഇതാണ്: മുസ്ലിങ്ങളില്ലാതെയാണ് എൻ്റെ വിജയമെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാവില്ല. എന്നിട്ട് ജോലിക്കായി ഒരു മുസ്ലിം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കരുതും, എന്തുമാകട്ടെ എല്ലാം കൊടുക്കൽ വാങ്ങലാണല്ലോ, അല്ലേ? നമ്മളെല്ലാം മഹാത്മാഗാന്ധിയുടെ മക്കളല്ലല്ലോ. ആണോ? അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് തോൽക്കുക എന്നല്ലല്ലോ. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വിജയം സംഭവിക്കും. എനിക്ക് അല്ലെങ്കിലും വിജയം കിട്ടും. പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ജോലിയോ വീതം വെക്കലോ ഞാൻ നടത്തും, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് മനേകാ ഗാന്ധി പറഞ്ഞത്. കിട്ടി 48 മണിക്കൂർ വിലക്ക്. പിന്നെ മായാവതി. പടിഞ്ഞാറൻ UP-യിൽ എല്ലാ വിഭാഗക്കാരുമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ മുസ്ലിങ്ങളുള്ള സഹാരൻപൂരിലും ബറേലിയിലും എനിക്ക് മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്, നിങ്ങളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കരുത്. അത് BSP SP RLD സഖ്യത്തിന് നൽകുക. മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് പേരെടുത്തു പറഞ്ഞ് ആവശ്യപ്പെട്ടു. കിട്ടി 48 മണിക്കൂർ നിശബ്ദമായിരിക്കാൻ ഉള്ള ഒരു എന്താ പറയുക വാറോല. അതുകൊണ്ട് അവർ നിശബ്ദരായിരിക്കുകയാണ് 3 ദിവസവും 2 ദിവസവും ഒക്കെ. ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. ഇതിനു മുമ്പ് അദ്ദേഹം വന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. ഇന്നലെ വന്നു, ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാനുമാകില്ല. ഏതായാലും ഇന്നലെ വന്നപ്പോൾ പറയാവുന്നതെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചു. നോക്കുക, ആചാരം അവകാശം അദ്ദേഹത്തിന്റെ ആദ്യ നിലപാടാണ്. മാതൃഭൂമി അത് ലീഡാക്കിയിരിക്കുന്നു. ശബരിമല വിഷയം പരോക്ഷമായി പരാമർശിച്ച രാഹുൽ ഗാന്ധി, ഓരോ പൗരനും ഇഷ്ടമുള്ള വിശ്വാസവും ആചാരവും പുലർത്താൻ അവകാശമുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. പത്തനംതിട്ടയിൽ ആന്റണിയുടെ പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കവെയാണ് ശബരിമലയുടെ പേരെടുത്ത് പരാമർശിക്കാതെയുള്ള രാഹുലിന്റെ പ്രതികരണം. ഓരോ പൗരനും ഇഷ്ടമുള്ള വിശ്വാസവും ആചാരവും പുലർത്താൻ അവകാശമുണ്ട്. ഇത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതാണ്. സുപ്രീം കോടതിയും എല്ലാ കോടതികളും പറയുന്നതാണ്. അതിന് നിയമപരമായ സാധുതയുമുണ്ട്. പക്ഷേ വനിതാ പ്രവേശനത്തിന്റെ കാര്യത്തിൽ എന്ത്? അത് മിണ്ടില്ല. സ്ത്രീകളുടെ വോട്ട് വേണമല്ലോ. വനിതാ പ്രവേശനത്തിനെതിരാണ് ഇവർ. വനിതാ പ്രവേശനത്തെ തടയാനാണ് വിശ്വാസ സംരക്ഷണം എന്ന വാക്ക് അവരുപയോഗിക്കുന്നത്. വനിതകളെ പ്രവേശിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ നേരിട്ട് പറയില്ല. അത് രാഹുൽ ഗാന്ധിയും ആ കള്ളക്കളി തന്നെ കളിച്ചു. ഇനി മറ്റൊന്ന്, RSSനെ ചെറുക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഇടതുപക്ഷത്തെയും RSSനെയും രണ്ടായി കാണണം. ഇടതുപക്ഷം ഒരിക്കലും മതേതരത്വത്തിന് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല. അവർ ഒരിക്കലും RSS ചെയ്ത പോലെ ഭരണഘടന ചോദ്യം ചെയ്തിട്ടില്ല. അവർ ഒരിക്കലും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ചോദ്യം ചെയ്തിട്ടില്ല. നമ്മുടെ പ്രധാന ദൗത്യം ഈ സ്ഥാപനങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി RSS കൂട്ടുകെട്ടിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുകയാണ് എന്ന് രാഹുൽ പറഞ്ഞു. അങ്ങനെ പറയുന്നത് വഴി അദ്ദേഹം ഇടതുപക്ഷത്തിന് ഒരു പ്രകീർത്തനം തന്നെയാണ് നൽകിയത്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം അംഗീകരിക്കുന്നു. നമുക്കൊപ്പം നിൽക്കാൻ കഴിയുന്നവർ തന്നെയാണ്. പക്ഷേ ഒരു വാചകം പറഞ്ഞു, RSSനെ ചെറുക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ആര് പറഞ്ഞു അങ്ങനെ? അദ്ദേഹം പറഞ്ഞു എന്നല്ലാതെ അതിന് തെളിവെന്ത്? കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, പ്രദേശങ്ങളിൽ RSSന് നിർബാധം കടന്നു ചെല്ലാൻ കഴിഞ്ഞത് കോൺഗ്രസ് പുലർത്തിയ മൃദു ഹിന്ദുത്വ സമീപനം മൂലമാണ്. പശുവിന്റെ പേരിൽ, രാമന്റെ പേരിൽ, ഇപ്പൊ ശബരിമലയുടെ പേരിൽ ഒക്കെ എടുക്കുന്നത് രാഷ്ട്രീയ നിലപാടല്ല, ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. ആ ഹിന്ദുത്വ നിലപാട് പുലർത്തുന്ന കോൺഗ്രസിന് എപ്രകാരമാണ് BJPയെ എതിർക്കാൻ കഴിയുന്നത്? ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJP ഉണ്ടല്ലോ, ആ BJPക്ക് 272 സീറ്റ് കിട്ടി. അവരുടെ മുന്നണിക്ക് അതിലധികം സീറ്റ് കിട്ടി. നോക്കൂ, 3/2 ഭൂരിപക്ഷം കിട്ടി. അങ്ങനെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ അതിൽ 103 MPമാർ കോൺഗ്രസിൽ നിന്ന് പോയ AICC അംഗങ്ങളോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന മുഖ്യമന്ത്രിമാരോ ഒക്കെയാണ് എന്ന കാര്യം ആരും വിസ്മരിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് അത് ചെയ്തത് എന്ന്
അദ്ദേഹം വിശദീകരിച്ചില്ല. ഒപ്പം അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന CPM-നെ ഒന്ന് തലോടുകയും ചെയ്തു. ഇടതുപക്ഷം RSS-നെ പോലെയല്ല എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. കേരളത്തിൽ മത്സരിക്കാനായത് ഭാഗ്യം. സാമൂഹിക സമന്വയത്തിന്റെ മികച്ച ഉദാഹരണമായതിനാലാണ് ഞാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. വ്യത്യസ്ത ആശയങ്ങളുടെയും വിശ്വാസങ്ങളുടെയും നാടാണിത്. സ്വന്തം ആശയങ്ങളിൽ ജീവിക്കുന്നതിനൊപ്പം കേരളീയർ മറ്റുള്ളവരുടെ ആശയങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. കേരളത്തിന്റെ ശബ്ദമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. മത്സരിക്കാൻ എനിക്ക് നൽകിയ അവസരത്തെ ഓർത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ കേരളീയരോടും നന്ദി പറയുന്നു. അവിടെയും അദ്ദേഹം കേരളത്തിന്റെ സമുന്നതമായ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. കേരളത്തിന് അതുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. സാമൂഹിക സമന്വയത്തിന്റെ മികച്ച ഉദാഹരണം ഈ നാടാണ് എന്ന് ഇവിടെ വന്ന് അദ്ദേഹം പറയുമ്പോൾ അത് സത്യമാണ്, ശരിയാണ്. എങ്കിൽ പിന്നെ അതുകൊണ്ട് മത്സരിക്കുന്നു, ശരി. എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കർണാടകത്തിൽ മത്സരിച്ചൂടെ? കോൺഗ്രസ്സുകാർക്ക് സ്വാധീനമുള്ള സ്ഥലം, ഭരിക്കുന്ന സ്ഥലം. പക്ഷേ അത് സമന്വയത്തിന്റെ നാടല്ല. അതായത് കോൺഗ്രസ്സുകാരെക്കാൾ മികച്ചത് കമ്മ്യൂണിസ്റ്റുകാരുള്ള കേരളമാണ്. കേരളത്തെയും കമ്മ്യൂണിസ്റ്റെയുമാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പാലം വലിക്കില്ല അവർ. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തോളിൽ പര്യടനം നടത്തുകയാണ് അദ്ദേഹം. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഒരളവോളം അദ്ദേഹം പ്രകീർത്തിക്കാൻ നിന്നത്. പക്ഷേ പിണറായി വിജയൻ അതുകൊണ്ടൊന്നും ഒട്ടും പ്രീണിപ്പിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇന്നലെ കേരളത്തിലേക്ക് വന്ന മറ്റൊരു നേതാവ് എന്തും പറയും, എന്തും ചെയ്യും. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആര് എന്ന്. ആ രണ്ട് ബിരുദന്മാരിൽ ഒരാൾ അമിത്ഷായാണ്. അദ്ദേഹം വന്ന് അദ്ദേഹം പ്രസംഗിച്ചു, ശബരിമലയിലെ ആചാര സംരക്ഷണം ഏതറ്റം വരെയും പോകും. ഏതറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങേ അറ്റമാണിത്. ഈ അറ്റം കഴിഞ്ഞാൽ പിന്നെ കടലേ ഉള്ളൂ. അപ്പൊ ഏതറ്റം വരെയും പോകും എന്ന് തടിമിടിക്കോട് അദ്ദേഹം നിന്ന് പറഞ്ഞു. ഇന്നലെ നമുക്ക് കൗതുകകരമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. അമിത്ഷാ പറഞ്ഞത് ഇതൊക്കെയാണ്: ശബരിമലയുടെ പാവനത നശിപ്പിക്കാൻ ഏതു തരത്തിലുള്ള ശ്രമം നടന്നാലും അതിനെ നേരിടും. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയുടെ പാവനത സംരക്ഷിക്കാനാണ് ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ മഹാൻ. ശബരിമല പ്രക്ഷോഭം നടന്നപ്പോൾ DYFI പ്രവർത്തകരെ പോലീസ് വേഷമണിയിച്ച് സമരത്തെ തകർക്കാനാണ് ഇടത് സർക്കാർ ശ്രമിച്ചത് എന്ന് ഷാ കുറ്റപ്പെടുത്തി. ശ്രീധരൻപിള്ള പോലും ഉയർത്താത്ത ഒരു കാര്യമാണ്. പെരുന്നുണയനാണ് ഇയാൾ. വരുന്ന വഴിക്ക് തന്നെ വിമാനത്തിലിരുന്ന് എന്ത് നുണയാണ് ഞാൻ പറയേണ്ടത്, എന്ത് നുണ എന്ന് പറയേണ്ട, എന്താണ് ഞാൻ പറയേണ്ടത്, അത് നുണയായിക്കൊള്ളും. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. വേറൊരു തമാശ കൂടി പൊട്ടിച്ചു. പാവനത നശിപ്പിച്ചാൽ നേരിടുമെന്ന് BJP അധ്യക്ഷൻ. ശബരിമലയിലെ പാവനത നശിപ്പിച്ചാൽ ആരാണ് നശിപ്പിച്ചത്? 52 വയസ്സുകാരിയായ ലളിതയെ തേങ്ങയെടുത്ത് അടിക്കാൻ നോക്കിയത് പാവനത സംരക്ഷിക്കലായിരുന്നോ? എത്ര തരം അപഹാസ്യമായ നാടകങ്ങളാണ് അവിടെ കളിച്ചത്. ശരണമന്ത്രത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. പാവനത മുച്ചൂടും നശിപ്പിച്ചവർ നിന്ന് പറയുന്നു പാവനത നശിപ്പിച്ചാൽ ഇടപെടുമെന്ന്. DYFIക്കാർ പോലീസ് വേഷം കെട്ടി വന്നു. ഉത്തരേന്ത്യയിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. BJP RSSകാർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ കാര്യഗൗരവം അറിയില്ലാത്തത് കൊണ്ടല്ല. മറ്റൊന്ന്, ശബരിമലയുടെ പാവനതയെക്കുറിച്ച് പറയുമ്പം നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ആ മണ്ഡലത്തിൽ 2 ബിരുദന്മാർ പ്രവർത്തിക്കുന്നു. ഈ അമിത്ഷാ മോദി ദ്വയത്തെ മാതിരി ഇവിടെ കണ്ടത് PC ജോർജും K സുരേന്ദ്രനുമാണ്. ഫസ്റ്റ് കമ്പനിയാണ്. K സുരേന്ദ്രനെ ജയിപ്പിച്ചേ അടങ്ങൂ. പൂഞ്ഞാറ്റിലെ MLA എന്ന നിലയ്ക്ക് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് NDAയിലേക്ക് അങ്ങ് കയറി. നമ്മുടെ PC ജോർജ് 3ാമത്തെ കയറ്റമാണ്. അത് ഈ പങ്ക്തിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഈ K സുരേന്ദ്രനെ ജയിപ്പിക്കാൻ നടക്കുകയാണ്. K സുരേന്ദ്രൻ ശബരിമലയിൽ ട്രൈബൽ ബെൽറ്റിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇത് അയ്യപ്പന്റെ വാർഡാണ്. സുരേഷ് ഗോപി പറഞ്ഞു ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്.
അത് ക്ഷേത്രമൊന്നുമല്ല. ശബരിമല എന്ന് ഞാൻ പറഞ്ഞ സ്ഥലം മാത്രമാണ്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരാൾ പറയുന്നു ഈ ട്രൈബൽ ബെൽറ്റ് എന്ന് പറയുന്നത് അയ്യപ്പന്റെ വാർഡാണ്, അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാ വോട്ടും ഞങ്ങൾക്കായിരിക്കും. അതിൻ്റെ തൊട്ടുപിറകെ ശരണം വിളിയും നടത്തി. ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. PC ജോർജ് ഒരു കാര്യം പറഞ്ഞു, വീണ ജോർജിനെ എങ്ങാനും ജയിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു MPയെ ഉണ്ടാക്കി ആ MP നേരെ ഇവിടെ വന്ന് പോലീസ് എസ്കോർട്ടോടെ ശബരിമലയിൽ കയറും. ഈ MP മുമ്പ് MLA ആയിരുന്നു അവിടെ, അപ്പോൾ അവർക്ക് കയറാമായിരുന്നല്ലോ. ഇതൊക്കെ മറച്ചു വെച്ച് ഒരു MPയെ ഉണ്ടാക്കുന്നത് തന്നെ ശബരിമലയിൽ സ്ത്രീയെ കയറ്റാൻ വേണ്ടിയാണ്. ഈ നിലയ്ക്ക് പരസ്പരം മത്സരിച്ച് കള്ളം പറയുന്ന PC ജോർജും K സുരേന്ദ്രനും കൈകോർത്ത് നിൽക്കുന്നു അവിടെ. സ്ത്രീകൾക്ക് വേണ്ടിയോ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയോ അല്ല, ഉദരനിമിത്തം ബഹുകൃത വേഷം, അതിനപ്പുറത്ത് യാതൊന്നുമില്ല. രണ്ടുപേരുടെയും ജീവിതവും രാഷ്ട്രീയവും ഒക്കെ പരിശോധിച്ചാൽ. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്തൊക്കെ ചെയ്യും കോൺഗ്രസ്? കടുപ്പിച്ച് വെല്ലൂരിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി കടുപ്പിച്ച് കമ്മീഷൻ. ജയിച്ചാൽ പറയുന്നത് പണം വാരിയെറിഞ്ഞ് വോട്ട് പിടുത്തം നടക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി എന്ന കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ യുവാക്കൾക്ക് പുതിയ സംരംഭ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. പുതിയ സംരംഭം തുടങ്ങാൻ ആദ്യ 3 വർഷം അനുമതി വേണ്ട, രാഹുൽ ഗാന്ധി പറയുന്നതാണ്. ഏറ്റവും കൗതുകകരമായി തോന്നിയത് കർഷകന് ജയിലിൽ പോകേണ്ടി വരില്ല. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ഒരു കർഷകനും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോഴും അവർ ജയിലിൽ പോവുകയല്ല, മരണം സ്വയം സ്വീകരിച്ച് പരലോകത്തേക്ക് പോവുകയാണ്. അത്തരം ഒരവസ്ഥ ഇനി ഉണ്ടാവില്ല എന്ന നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നു. രാജ്യത്തെ വെട്ടിച്ച് ഇന്ത്യ വിട്ടുപോയത് നീരവ് മോദി പോലെയുള്ള 4-5 ആളുകളല്ല. ഇന്ന് മാധ്യമത്തിന്റെ ഒന്നാം പുറം തരുന്ന വാർത്ത കാണുക. വിജയ് മല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവർ മാത്രമല്ല, സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് നേരിടുന്ന 36 വ്യവസായികൾ സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കടന്നു. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലായിരിക്കും 36 പേരാണ് പണവും കൊണ്ട് കടന്നിരിക്കുന്നത്. K സുധാകരന്റെ ഒരു പരസ്യം, ആ പരസ്യത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ സുധാകരൻ അവകാശപ്പെടുന്നു, ഓളെ ഒന്നിനും കൊള്ളൂല, ആണുങ്ങൾ തന്നെ വേണം ഭരിക്കാൻ. ഒരു പരസ്യത്തിൽ സുധാകരൻ പറയുകയാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചും സ്ത്രീ സമൂഹത്തെ ആക്ഷേപിച്ചും UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഇറക്കിയ പ്രചരണ വീഡിയോ വിവാദമായി. സ്ത്രീകൾ പൊതുപ്രവർത്തനത്തിനും ജനസേവനത്തിനും കൊള്ളില്ലെന്നും അതിന് ആൺകുട്ടികൾ തന്നെ വേണമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ട ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അന്ന് പേർത്തും ശകാരം കിട്ടിയ ആളാണ് സുധാകരൻ. ഒരു മാറ്റവുമില്ല അദ്ദേഹത്തിന് ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ K സുരേന്ദ്രനൊക്കെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വിവരക്കേടുള്ളയാൾ തന്നെയാണ് അദ്ദേഹം. സർവേകൾ വെച്ച് വഴിതെറ്റിക്കാൻ നമ്മുടെ ചാനലുകൾ 1, 2, 3 ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമി ചാനലുകൾ വിവരദോഷികളായ ആളെ കണ്ടുപിടിച്ച് തെരഞ്ഞെടുത്ത് തന്നെ സർവേ നടത്തി UDFന് ഒരു അർദ്ധശ്വാസം കൊടുക്കാൻ നടത്തിയ വിഫല ശ്രമങ്ങൾ നാം കണ്ടതാണ്. ഏഷ്യാനെറ്റ് സർവേയാണ് ഏറ്റവും മോശം സർവേ. ആ സർവേ നടത്തിയത് ആരെന്ന് നിങ്ങൾക്ക് കാണണോ? നമുക്ക് അതിലേക്ക് പോകാം, ആരാന്ന് തിരിച്ചറിയാം. അതിനു മുമ്പ് ഒരു ചെറിയ പരസ്യ ഇടവേള.
രംഗം അടക്കി വാഴുന്ന അനാശാസ്യ പ്രവണതകളെക്കുറിച്ച് ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. കാണുക. രാഷ്ട്രീയ നയങ്ങൾ തമ്മിലാണ് മത്സരം. ഇന്ത്യൻ ജനത അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്നാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കപ്പെടുക. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രകടന പത്രികകൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും. ഭരണത്തിനും പ്രതിപക്ഷത്തുമുള്ള കക്ഷികളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ചർച്ചകൾ ഉണ്ടാകും. ജനാധിപത്യ പ്രക്രിയയുടെ നീതിപൂർവമായ പൂർത്തീകരണത്തിന് ആവശ്യം വേണ്ട അനേകം ചേരുവകളാണ് തെരഞ്ഞെടുപ്പിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ എന്ത് എന്നാണ് പറയേണ്ടത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് 5 വർഷം രാജ്യത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് എണ്ണി പറഞ്ഞ് വോട്ട് തേടാൻ അശക്തരായ BJP വിശ്വാസത്തെയാണ് തങ്ങളുടെ കക്ഷിയായി ചേർത്തിരിക്കുന്നത്. അവർ ഒറ്റക്കാര്യം തങ്ങൾ എന്ത് ചെയ്തു എന്ന് മാത്രം പറയുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിനെ കുബുദ്ധിയുടെയും കോന്ത്രങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയും കള്ളങ്ങളുടെയും മേളയാക്കാനാണ് ശ്രമം. UDF NDA ക്യാമ്പുകൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നും ഈ മുഖപ്രസംഗം നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഫ്രാൻസിലെ നോത്രദാം പള്ളി 850 വർഷം പഴക്കമുള്ള പള്ളി, വിശ്വാസത്തിൻ്റെ ധാരാളം തിരിശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന പള്ളി. ആ പള്ളി കഴിഞ്ഞ ദിവസം അഗ്നിക്കിരയായി. ഈ ചിത്രം നോക്കുക. ഇതാണ് ആ പള്ളി. ആ തീപിടുത്തത്തിൻ്റെ ദൃശ്യം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ അവസാന പുറത്തും തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.